വഴി തുറന്നു വന്നു. രക്ഷാകേന്ദ്ര സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയരത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. സഹോദരനെ വരെയും മിശിഹായുടെ ശരീരത്തിൽ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം.
വന്യ പിതാക്കന്മാരെ, ഏറെ സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരു വാക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുക. പറന്നവന്നാലും പറിച്ചെടുത്താലും മറന്നിടാനാവുമോ നിൻ തേജോമുഖം? നീ തന്ന സ്നേഹവും നിൻ ദിവ്യ ചിന്തയും ഞങ്ങൾ തന്റെ ഹൃത്തിൽ നിറദീപമാകട്ടെ. പ്രാർത്ഥനാപൂർവം ഈ ആരാധനാ സമൂഹം ഏറ്റവും സ്നേഹം നിറഞ്ഞ കുറുപ്പനകത്ത് ജയിക്കപ്പച്ചന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു. നീണ്ടൂർ ഇടവകാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖവും അതിലേറെ ഞെട്ടലുണ്ടാക്കുന്നതുമായിരുന്നു അച്ഛൻ്റെ വിയോഗം. അന്നു മുതൽ ഇന്നു വരെ ഇടവകാംഗങ്ങൾ ഒന്നുചേർന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു ദിവസം ദൈവോചിതമാക്കി തീർക്കുവാനായി ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം വരെ മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകുലതകളും ആശങ്കകളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 800ഓളം വാഹനങ്ങൾ വരുമെന്നുള്ള കണക്കുകൂട്ടലുകളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നിമിത്തം പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസമായി ദൈവം മഴ മാറ്റിത്തന്ന് ഏറെ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി സഹായിച്ചു എന്നതിൽ സംശയമില്ല. ദൈവസന്നിധിയിൽ ഇടവക സമൂഹത്തിന്റെ കൃതജ്ഞത പൊതുവായി അറിയിക്കുകയാണ്. അഭിമന്യ മൂലക്കാട്ട് പിതാവാണ് ഈ തിരുക്കർമ്മങ്ങളുടെ അവസാന ഭാഗത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അഭിമന്യ പിതാവ് അതിരൂപതയുടെ അധ്യക്ഷനാണ് എങ്കിൽ ജേക്കബ് പിതാവിന്റെ വികാരിയാണ്. അത്രമാത്രം ഒരു ആത്മീയ ബന്ധം ഇവർ തമ്മിലുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ആ വികാരങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് പിതാവ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അഭിമന്യ പിതാവിന് കുറുപ്പിനകത്ത് കുടുംബാംഗങ്ങളുടെ പേരിൽ ഇവിടെ ആയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഏറെ തുടർന്ന് ഈ കർമ്മങ്ങളിലും സഹകാർമ്മികനായി പിതാവിനോടൊപ്പമുണ്ട്. തീർച്ചയായും അച്ഛന്റെ സാന്നിധ്യം, കുടുംബാംഗങ്ങൾ, പിതാവിന്റെ സാന്നിധ്യം കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തർക്കും ഏറെ ആശ്വാസം പകരുന്നു. കുടുംബാംഗങ്ങളുടെയും ഇവിടെ ആയിരിക്കുന്ന ഏവരുടെയും പേരിൽ പണ്ടാശ്ശേരി പിതാവിനും പ്രാർത്ഥനാപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. തന്റെ ക്ഷീണത്തിൽ ഏറെ ക്ഷീണിതനായിരുന്നു മുല്ലശ്ശേരി പിതാവ് എന്ന് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ക്ലരീഷ്യൻ സഭയിൽ നിന്ന് അതിരൂപതയിലേക്ക് കൊണ്ടുവന്ന് പട്ടം നൽകി തൻ്റെ സ്വന്തം പുത്രനെ പോലെ വളർത്തി ഇവിടെ അച്ഛൻ്റെ സിൽവർ ജൂബിലി ആഘോഷവേളയിൽ കടന്നു വന്ന് അച്ഛന് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് അച്ഛനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മുല്ലശ്ശേരി പിതാവ് എന്നതിൽ സംശയമില്ല. പിതാവിന്റെ ഏറെ ക്ഷീണം ഉള്ള ഈ അവസ്ഥയിൽ, ശാരീരിക അവസ്ഥയിൽ ഇവിടെ വന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചതിന് വേണ്ടി കുടുംബാംഗങ്ങൾ ഏവരുടെയും പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. വികാരത്തോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള ബന്ധപ്പെട്ട അരമനയിൽ നിന്നുമുള്ള ഒക്കെയുള്ള വൈദികർ ഇന്നുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ ഉപദേശവും നിർദ്ദേശവും ഉണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ മൃതസംസ്കാര ശുശ്രൂഷകൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്, എന്നെ ഉപദേശിച്ചിരുന്നത്. സഹോദര വൈദികരുടെ ഈ പിന്തുണയാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മധൈര്യം അവർക്ക് അറിയിക്കുകയാണ്. ഏറെ വൈദികരുടെ മതി കുറുപ്പിനകത്ത് പുറത്തും ആരായിരുന്നു എന്ന് തെളിയിക്കുവാൻ. അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരു വൈദികരുടെ നൽകുന്നത്. തീർച്ചയായും
ഈ വൈദിക കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമാണ് എന്നതിൽ സംശയമില്ല. സ്വന്തം സഹോദരൻ നഷ്ടപ്പെടുന്നു എങ്കിൽ തന്നെ ഇത്രയും വൈദ്യമല്ലോ എന്നുള്ള വലിയ അവർക്ക് വലിയ ആശ്വാസമായി തീരുകയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിന്, വിലയേറിയ സാന്നിധ്യത്തിന് കുടുംബാംഗങ്ങളുടെ സൊസൈറ്റി ഓഫ് ക്രൈസ്റ്റിലെ അംഗമാണ്. അച്ഛൻ്റെ ഓരോ നീക്കത്തിലും അവർ നിഴൽ പോലെ ഉണ്ടായിരുന്നു. എപ്പോഴും ഉപദേശമായും സ്നേഹമായും നിർദ്ദേശമൊക്കെയായും അച്ഛനോട് കൂടെ ഉണ്ടായിരുന്നവർ. തീർച്ചയായും തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒരു സഹോദരൻ വേർപിരിയുമ്പോൾ അതിൻ്റെ നൊമ്പരം തീർച്ചയായും ഈ സൊസൈറ്റിക്കുമുണ്ട് എന്നതിൽ സംശയമില്ല. അവർക്ക് കുടുംബാംഗങ്ങളുടെ ഇവിടെ ആയിരിക്കുന്ന ഏവരുടെയും പേരിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നൽകിയ വലിയ കരുത്തിന്, അച്ഛൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ കരുത്തിന് ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സജീവ സാന്നിധ്യത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വലിയ സാന്നിധ്യമാണ് ഇവിടെയുള്ളത്. ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല, കാരണം ഇവിടെയുള്ള സിസ്റ്റേഴ്സ് അവരെ സഹായിക്കാനായി ഈ പൂക്കൾ വയ്ക്കാൻ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഉറക്കം പോലും ഇല്ലാതെ ഈ ദിവസങ്ങളിൽ സജീവമായിട്ട് സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും അവർ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ ഇടവകയ്ക്ക് ശക്തിയാണ്. തീർച്ചയായും അതുതന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ധൈര്യം നൽകിയതും. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കുടുംബത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ മോടിയാക്കുന്നതിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഗായക സംഘത്തിന് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ സേവനം ചെയ്ത വിവിധ ഇടവകകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളവർ: ഒളശ, താമരക്കാട്, കൈപ്പുഴ അസിസ്റ്റന്റ് ആയിരുന്നു, തെള്ളിത്തോട്, പൂതാളി, ചുള്ളിക്കര, വിതുര, ഒടയഞ്ചാൽ, പുന്നത്തുറ, സംക്രാന്തി, കരിമുന്നം, പിറവം, നീണ്ടൂർ, ഉഴപ്പൂർ. നീണ്ടൂരിനെ ഞാൻ പ്രത്യേകം അച്ഛൻ്റെ ഇവിടെ വികാരിയായിരുന്നതുകൊണ്ട് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഇടവകകളിൽ നിന്നും അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിനിധാനമായി ആളുകൾ എത്തിയിട്ടുണ്ട്. മലബാറിൽ നിന്ന് വന്നവരെ രാവിലെ അടുക്കൽ വന്നിരുന്നു. അവരുടെ ആ സ്നേഹമൊക്കെ കാണുമ്പോൾ ഹൈറേഞ്ചിൽ നിന്ന്, തെള്ളിത്തോടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും, അതായത് അച്ഛൻ സ്നേഹിച്ചു എന്നതിനേക്കാൾ ഉപരിയായി അച്ഛൻ്റെ സ്നേഹം ഇന്നും പച്ചപ്പായി എല്ലാവരുടെയും ഹൃദയത്തിൽ നിലകൊള്ളുന്നു എന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന് നേതൃത്വം കൊടുത്ത് ഇവിടെ എത്തിച്ച വൈദികർക്കും എത്തിച്ചേർന്ന ഏവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഉഴവൂർ ഇടവകാംഗങ്ങളോട് പ്രത്യേകമായ ഒരു നന്ദി അറിയിക്കേണ്ട കടമ എനിക്കുണ്ട്. കാരണം അവിടെ വികാരിയായിരുന്ന അവസരത്തിലാണ് അച്ഛൻ പെട്ടെന്ന് അല്ലെങ്കിൽ ആകസ്മികമായി മരണപ്പെടുന്നത്. തീർച്ചയായും ഓരോ കാര്യങ്ങളും ചിട്ടയായി നിർവഹിക്കുന്നതിന് വേണ്ടി വൈദികരോട് ചേർന്ന് ഇടവക സമൂഹം ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളത് ഇന്നലെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചൊരു കാര്യമാണ്. മോനപ്പള്ളിയിൽ നിന്ന് മൃതശരീരം ഉഴവൂരെത്തിച്ച് അവിടെ അന്ത്യോപചാരം അർപ്പിക്കുവാനായി തിങ്ങിക്കൂടിയ ജനം മാത്രം മതി ഉഴവൂരുകാരൻ എത്രത്തോളം അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാം. നിങ്ങളുടെ അച്ഛനെ ഇന്നും അച്ഛനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കാണിച്ച വലിയ സ്നേഹപ്രകടനത്തിന് കുറുപ്പിനകത്ത് കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ്റെ രോഗാവസ്ഥയിൽ വിവിധങ്ങളായ ആശുപത്രികളിലെ ചികിത്സ അദ്ദേഹത്തിന് തേടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടേഴ്സ്, അവരെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള നഴ്സസ്, ഇവർക്കെല്ലാവർക്കും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു വ്യക്തിയുടെ മാത്രം പേര് എടുത്ത് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിനിടയിൽ പലപ്പോഴും ദൈവ തുല്യായി കണ്ടുകൊണ്ട് ഈ ഒരു ഡോക്ടറുടെ പേര് അച്ഛൻ ആവർത്തിക്കുമായിരുന്നു, ഡോക്ടർ മഞ്ജുള. അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷ അവർ നൽകിയിരുന്നു. അവരുടെ ഉപദേശം തീർച്ചയായും അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയായിരുന്നു. പ്രത്യേകമായി ഡോക്ടർ മഞ്ജുളയ്ക്ക് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ്റെ മതസംസ്കാര ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി തീർക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നീണ്ടൂർ ഇടവകാംഗങ്ങൾക്കുണ്ടായിരുന്നു എന്നത് സത്യമാണ്. കഴിഞ്ഞ 7-8 ദിവസമായി രൂപീകരിച്ച കമ്മിറ്റികൾ തുടർച്ചയായി രാവിലെ വൈകുന്നേരം ഓരോ കാര്യങ്ങൾക്കും വേണ്ടി മീറ്റിങ്ങുകൾ കൂടി ഏറ്റവും ചിട്ടയായി കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാനൊരു
കമ്മിറ്റിയെയും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു സന്മനസ്, അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശക്തി നൽകിയത്. എനിക്കറിയാം എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷേ ഇടവകാംഗങ്ങൾ ശക്തിയായി നിന്നപ്പോൾ അവരോട് ചേർന്ന് നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ 100% അപ്പുറത്ത് നിറവേറ്റുവാനായി ഓരോരുത്തരും അത്യധ്വാനം ചെയ്തു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭക്ഷണം കഴിക്കാതെ, വെള്ളം പോലും, ജലപാനീയം പോലും എടുക്കാതെ, ഉറക്കമൊഴിച്ച് ഈ ദിവസങ്ങളിൽ എല്ലാവരും വളരെ സജീവമായി കാര്യങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്കും പ്രത്യേകമായി കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. 1-2 നിർദ്ദേശങ്ങൾ മാത്രം ഞാൻ വയ്ക്കുകയാണ്. കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ കീഴിൽ ഒരു പ്ലാസ്റ്റിക് കൂട് ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ തിരുവസ്ത്രങ്ങൾ അഴിച്ച് അതിൽ വയ്ക്കണം എന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. ഊറാറായിട്ടിരിക്കുന്ന വൈദികർ അത് കസേരയിൽ തന്നെ വെച്ചാൽ മതി. ബാക്കി ഉള്ള കാപ്പയിട്ടിരിക്കുന്ന എല്ലാ വൈദികരും അതിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന കർമ്മങ്ങൾ ഇവിടെ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം വോൾട്ടിനടുത്തുള്ള സ്റ്റാൻഡിൽ കൊണ്ടുപോയി വച്ചിട്ടായിരിക്കും ബാക്കി തിരുക്കർമ്മങ്ങൾ നടത്തുക. കാരണം അച്ഛനെ സംസ്കരിക്കുന്നത് പഴയ പള്ളിയിലെ കല്ലറയിലാണ് എങ്കിൽ തന്നെ അതിനകത്ത് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൊതുവായിട്ട് ഇവിടെ വെച്ചായിരിക്കും പ്രാർത്ഥനകൾ നടത്തുക. പ്രാർത്ഥനകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട വൈദികർ തങ്ങളുടെ സഹോദര വൈദികന് അന്ത്യോപചാരം അർപ്പിക്കുന്നതാണ്. അതിനുശേഷം കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം അച്ഛന് അന്ത്യോപചാരം അർപ്പിക്കുക. അതേ തുടർന്ന് അന്ത്യചുമരം നൽകി പെട്ടി അടയ്ക്കുന്നതാണ്. തുടർന്ന് പഴയ പള്ളിയിലെ കല്ലറയിൽ മൃതദേഹം ഇറക്കി വെച്ച ശേഷമായിരിക്കും പൊതുവായി അച്ഛന് അന്ത്യോപചാരം അർപ്പിക്കുവാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവുക എന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂ. തിരക്ക് കൂട്ടാതെ ലൈനായിട്ട് വന്ന് ഇരുവശങ്ങളിലുമുള്ള അന്ത്യോപചാരം അർപ്പിച്ച് ഇരുവശങ്ങളിലുമുള്ള കഥകളിലൂടെ കടന്നുപോയാൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ വളരെ അച്ചടക്കത്തോടെ നമ്മുടെ ജയിക്കപ്പച്ചനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതായി കണ്ടുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വീട്ടുകാര് അവർക്കുമായിട്ട് കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരണ കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ഓഡിറ്റോറിയത്തിലാണ് കാപ്പി ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളിയുടെ വശത്തിട്ടിരിക്കുന്ന പന്തലിൽ ഇരിക്കുന്നവർ യഥാസ്ഥാനങ്ങളിൽ തന്നെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് ഇരിപ്പിടത്തിൽ തന്നെ കാപ്പി കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മൂവ് ചെയ്യേണ്ട കാര്യമില്ല. മൃതസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായി വോൾട്ടിന്റെ സൈഡിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഓഡിറ്റോറിയത്തിന്റെ വരാന്തയിൽ 3 കൗണ്ടറുകളിലായിട്ടും കാപ്പി ക്രമീകരിക്കുന്നതാണ്. അവിടെ വന്ന് കാപ്പി സ്വീകരിച്ചിട്ട് പോകാവും. കാപ്പി സ്വീകരിക്കുന്നത് കുടുംബാംഗങ്ങളോടുള്ള നിങ്ങളുടെ ഒരു സ്നേഹപ്രകടനം കൂടിയായി കണ്ടുകൊണ്ട് വേണം കാപ്പി സ്വീകരിക്കാൻ. അതുകൊണ്ട് കാപ്പി സ്വീകരിക്കാതെ ആരും പോകരുത് എന്ന കാര്യവും പ്രത്യേകം അറിയിക്കുകയാണ്. തിരുക്കർമ്മങ്ങൾക്ക് എല്ലാം ശേഷം വാഹനങ്ങളിൽ വന്നിരിക്കുന്നവരെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം പൂർണ്ണമായിട്ട് പാലിക്കണം. കാരണം ഇടുങ്ങിയ വഴിയാണ്. മാത്രവുമല്ല വശങ്ങളിൽ പൈപ്പ് ഇടാനായിട്ട് കുഴിയെടുത്തിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിലാണ് മൂടിയത്. അതിലേക്ക് ടയർ പോയാൽ വണ്ടി താങ്ങുന്നു. അതുകൊണ്ട് വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം പൂർണ്ണമായിട്ടും സ്വീകരിക്കുക. ഒപ്പം കാപ്പി കുടിച്ച ശേഷം നടന്നു പോകുന്നവർ പ്രധാന വഴിയിൽ എത്തിയ ശേഷം ഇവിടുന്ന് വാഹനങ്ങളിൽ പോകുക. അതായത് ഒരു 15 മിനിറ്റിന് ശേഷമേ ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കാവൂ എന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു. കാരണം ഇരുവശങ്ങളിലൂടെ ആളുകൾ പോകുമ്പോഴേക്കും വാഹനം കൊണ്ടുപോകുവാനായിട്ടുള്ള സൗകര്യം കുറവുണ്ട്. അതുകൊണ്ട് ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുക്കർമ്മങ്ങൾക്കെല്ലാം ശേഷം പന്തലിൽ നീണ്ടൂർ KCYL അംഗങ്ങൾ അച്ഛന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ 12 മിനിറ്റ് നീളുന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള അച്ഛൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് അത് കാണുന്നതിനുള്ള സൗകര്യവും LED മുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടി കാണുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഞാൻ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു കാര്യമായി കണ്ടുകൊണ്ട് ആരെയെങ്കിലും വിട്ടു പോയിട്ടുണ്ട് എങ്കിൽ സദയം ക്ഷമിച്ചുകൊണ്ട് ഇതിലെല്ലാം ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി.